Hello everyone, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു വീക്കെൻഡ് എങ്ങനെ പോകുന്നതെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വീക്കെൻഡും ഇതുപോലെ തന്നെ അല്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് ഹോളിഡേയ്സ്. അപ്പോൾ ജോവാന് ഫ്രൈഡേയും സാറ്റർഡേയും ക്ലാസ് ഇല്ല. വീക്കിന് സാറ്റർഡേ ഓൾട്ടർനേറ്റ് സാറ്റർഡേയ്സ് ആണ് ലീവ് ഉള്ളത്. അപ്പോൾ ഫ്രൈഡേ ഞങ്ങൾ മിക്ക ദിവസം എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകും. പിന്നെ പള്ളിയിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അതിങ്ങനെ ഏതാ കംഫർട്ടബിൾ എന്നുള്ള ടൈം ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ഞങ്ങൾ പോകും. ഇന്ന് ഞങ്ങൾ രാവിലത്തെ കുർബാന 7 മണിയുടെ കുർബാനയ്ക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കില്ല. എനിക്ക് ചായ ഒന്നും ഇഷ്ടമല്ല കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് വെതർ ഇപ്പോൾ ഭയങ്കര കോൾഡായതുകൊണ്ട് എൻ്റെ രാവിലെ എണീക്കുമ്പോൾ തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച് പോലെ തോന്നും. അപ്പം എനിക്ക് ചൂടുള്ള എന്തെങ്കിലും കുടിക്കണമെന്ന് ഞാൻ ഇതാണ് കുടിക്കുന്നത്, ലെമൺ ഹണി വാട്ടർ. പിന്നെ ഇപ്പോൾ വെയിറ്റ് ലോസ് ജേർണി ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മുടങ്ങാതെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമണും പിന്നെ ഒരു വാം വാട്ടറും പിന്നെ ഒരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗറും പിന്നെ ഇടുന്നത് കുറച്ച് സിനമൺ പൗഡറാണ്. വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ കുടിക്കുമ്പോൾ. പിന്നെ ജോവാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും പാല് കുടിക്കും. അത് ഇപ്പോഴും അവൾ കുടിക്കുന്നുണ്ട്. ഞാൻ അടച്ച പാത്രത്തിൽ സ്ട്രോള് കുപ്പിയിലാണ് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ മണം കേട്ടിട്ട് ഇഷ്ടമല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അത് എണീറ്റിട്ടുണ്ട് അവൾ. ഇന്നിപ്പോൾ പള്ളിയിൽ പോകാനുള്ളതുകൊണ്ടാണ് അവൾ നേരത്തെ എണീറ്റത്. അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ക്ലാസ് ഉച്ചയ്ക്കാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എണീക്കാറ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന വഴിയിലാണിത്. പള്ളി കയറിനേക്കാളും മുമ്പ് സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ എല്ലാം സിറിയനും ലാറ്റിനും എല്ലാവരുടെയും പള്ളി ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. ഈ കാണുന്ന കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ പള്ളിയിലത്തെ കഴിഞ്ഞു. പള്ളിയിൽ ഞങ്ങൾ ഇന്ന് ലുലുവിൽ പോകുന്നുണ്ട്. കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലുലുവിലേക്ക് പോകുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലുലുന്ന് വാങ്ങിച്ച മസാല ദോശയാണ് കഴിച്ചത്. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ളതാണിത്. ഫ്രൈഡ് റൈസും മിക്സഡ് ഫ്രൈഡ് റൈസും പിന്നെ ബ്രോങ്കോളി ആൻഡ് കോളിഫ്ലവർ മഞ്ചൂരിയനും ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതാണിത്. ഞാൻ മഞ്ചൂരിയനും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മിക്സ് റെഡിയാക്കുകയാണ്.
അപ്പോൾ നമ്മുടെ മിക്സ്ഡ് ഫ്രൈഡ് റൈസും മഞ്ചൂരിയനൊക്കെ റെഡിയായി. ജോ ആണെങ്കിൽ വേവിച്ച വെജിറ്റബിൾസ് ഒട്ടും കഴിക്കില്ല. അപ്പോൾ ഞാനതിൽ നിന്ന് വെജിറ്റബിൾ മാറ്റിയിട്ട് വേണം അവൾക്ക് വാരി കൊടുക്കാനായിട്ട്. പക്ഷേ അവൾക്ക് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ക്യാരറ്റ് സ്ലൈസസ് കഴിക്കാൻ ഇഷ്ടമാണ്. അതാണ് ഞാൻ ക്യാരറ്റ് സ്ലൈസസ് സൈഡിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കിന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വുമൻസ് ഡേയുടെ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഞാനതിന് ടഗ് ഓഫ് വാറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടഗ് ഓഫ് വാറും ലെമൺ ആൻഡ് സ്പൂണും. ആക്ച്വലി രണ്ടിനും കിട്ടിയില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു കേട്ടോ. ശരിക്കും ഞങ്ങൾ ട്രൈ ചെയ്തു. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ടഗ് ഓഫ് വാറിന് ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ടഗ് ഓഫ് വാർ ടീം. ടഗ് ഓഫ് വാർ ഉണ്ടായിരുന്നു, പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ, റിലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ വുമൻസ് അസോസിയേഷനും ഇന്ത്യൻ സ്പോർട്സ് സെൻറ്ററും കൂടെ ഓർഗനൈസ് ചെയ്തിട്ട് നടത്തിയ പ്രോഗ്രാമായിരുന്നു വുമൻസ് ഡേ റിലേറ്റഡ് ആയിട്ട്. അന്ന് അത് കഴിഞ്ഞ് നേരിട്ട് ഞങ്ങൾ കൈറ്റ് ഫെസ്റ്റിവലിന് പോയി. അസ്പയർ പാർക്കിൽ അന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവിടെ എത്തിപ്പെട്ടു. നല്ല തണുപ്പുണ്ടായിരുന്നു. അതാണിപ്പോൾ പ്രശ്നം. ഇവിടെ രാത്രി ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഒരു അസുഖം കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്തത് വീണ്ടും അപ്പം തന്നെ തുടങ്ങും. എനിക്കിതേ ഇപ്പോൾ വീണ്ടും കോൾഡ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ കൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങി കണ്ടു, പിന്നെ സ്റ്റോൾസൊക്കെ നോക്കി, എന്നിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. കൈറ്റ് ഷോ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കാണണമെന്നുണ്ടായിരുന്നു. സ്പൈറൽ പൊട്ടറ്റോസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും അവൾ ആദ്യം ചോദിക്കുന്നത് ഇതാണ്, എക്സിബിഷന് പോയി കഴിഞ്ഞാൽ. ഓരോ കൺട്രീനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് കൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അത് 9 o'clock
എൻ്റെ വീക്കെൻഡ് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇടുന്നു അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നെക്സ്റ്റ് മന്ത്, അതായത് ഏപ്രിലിൽ ഞാൻ 1 year ആവാനാണ് ഞാൻ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് അപ്സെറ്റായിരുന്നു ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. പക്ഷേ ഇത്രയും നാളായിട്ടും എനിക്ക് ആകെ 500 സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ ആയിട്ടുള്ളൂ. കറക്റ്റ് പറയുകയാണെങ്കിൽ 512 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഒരു റിസൾട്ട് കിട്ടാതായപ്പോൾ ഭയങ്കര ഒരു വിഷമമായി. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഒന്നും ഇടുന്നില്ല. ബട്ട് ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്. ഞാൻ എഡിറ്റിംഗ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. മ്യൂസിക് കയറ്റുന്നതും തമ്പ്നെയിലിടുന്നതും ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ കിട്ടാണ്ടായപ്പോൾ ഒരു വിഷമമായി. അപ്പോൾ ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ ഞാനൊരു ദിവസം ഇരുന്നപ്പോൾ ആലോചിച്ചു, എനിക്ക് ആകെ കയ്യിലുണ്ടാവുന്ന ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് 500 ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഞാൻ അതിലല്ലേ സന്തോഷിക്കേണ്ടത് ഗൈസ്? നിങ്ങളെന്താ പറയുന്നത്? പിന്നെ ഈ 500 ഫ്രണ്ട്സിലേക്ക് എനിക്ക് 10 ഫ്രണ്ട്സെങ്കിലും ഉണ്ടാവും അതിലെൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ. അപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിർത്തുന്നില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഹെൽപ്പും പ്രേയേഴ്സും എപ്പോഴും എൻ്റെ കൂടെ എനിക്ക് വേണം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വേണം കേട്ടോ. എന്നാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ്, ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഞാൻ എന്തൊക്കെ കണ്ടൻറ്റ് എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻസിൽ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ 500 ഫ്രണ്ട്സ് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല, ബട്ട് ഐ എം ഡൂയിങ്. ഞാൻ മാക്സിമം എഫേർട്ട് എടുക്കേണ്ടത്. പിന്നെയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ടൈം തൊട്ട് അത് ശരിയാക്കാൻ നോക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ബൈ.